നമസ്കാരം. അറിവിൻ്റെ അക്ഷയഖനികൾ എന്ന് വരേണ്ട വിദ്യാലയങ്ങൾ കലാപങ്ങളുടെ കരിന്തിരി കത്തുന്ന വ്യവഹാര കേന്ദ്രങ്ങളായി മാറുകയാണ്. തൻ്റെ സഹപാഠിയെ നിഷ്കരുണം തല്ലിക്കൊല്ലുന്നതിന്, വെട്ടിനുറുക്കുന്നതിന് യാതൊരു ദയയുമില്ലാത്ത, കാരുണ്യവുമില്ലാത്ത ഒരു പറ്റം ആളുകൾ ഇറങ്ങിപ്പുറപ്പെട്ടിരിക്കുന്നു എന്നത് വേദനാജനകമാണ്. സ്നേഹത്തിൻ്റെ, കാരുണ്യത്തിൻ്റെ, പരസ്പര കരുതലിൻ്റെ ബാലപാഠങ്ങൾ പഠിപ്പിക്കുന്ന വിദ്യാലയങ്ങളിൽ നിന്നാണ് ദയാരഹിതമായ പ്രവർത്തനങ്ങൾ ഉയർത്തെഴുന്നേൽക്കുന്നത് എന്നത് ഏറെ അപകടമായ ഒരു സൂചനയാണ് നൽകുന്നത്. എനിക്ക് ഏറ്റവും ദുഃഖകരമായി തോന്നിയ ഒരു കാര്യം, ഒരു പാവപ്പെട്ട വിദ്യാർത്ഥിയെ അതിക്രൂരമായി തല്ലിക്കൊന്നതിന് ശേഷം ഇൻസ്റ്റാഗ്രാമിലൂടെ ഞാൻ അവനെ കൊന്നു എന്നും അല്ലെങ്കിൽ കൊല്ലുമെന്നും അവൻ്റെ കണ്ണ് തന്നെ അവിടെ ഇല്ല, നീ പോയി നോക്കിയെന്ന അഭിമാനത്തോടെ പുലമ്പുന്ന വിദ്യാർത്ഥിക്ക് മനുഷ്യാവകാശത്തിൻ്റെ പേരിൽ പരീക്ഷ എഴുതാൻ അനുമതി കൊടുത്ത ഗവൺമെൻറ് സംവിധാനങ്ങളോട് പരമപുച്ഛമാണ് തോന്നുന്നത്. കാരണം ഈ രാജ്യത്തെ മനുഷ്യാവകാശങ്ങളെ വിലമതിക്കാത്തവന്, ഈ രാജ്യത്തെ മറ്റുള്ളവൻ്റെ സ്നേഹത്തിനും ദയക്കും കാരുണ്യത്തിനും വില കൊടുക്കാത്തവന് എന്ത് മനുഷ്യാവകാശമാണ് നമ്മൾ കൊടുക്കേണ്ടത്? വിദ്യാലയങ്ങളെല്ലാം കലുഷിതമായ അക്രമ കേന്ദ്രങ്ങളായി മാറുമ്പോൾ അതിനാരാണ് ഉത്തരവാദി എന്ന ചോദ്യമുണ്ട്. ഇതെങ്ങനെ നിയന്ത്രിക്കണമെന്ന ചോദ്യവുമുണ്ട്. ഈ രണ്ട് ചോദ്യത്തിനുള്ള ഉത്തരം കണ്ടെത്താനാണ് ഞാൻ ശ്രമിക്കുന്നത്. നമ്മുടെ മക്കൾ വിദ്യാലയത്തിലേക്ക് പോകുമ്പോൾ അവരാരോടൊക്കെ സഹവസിക്കുന്നു എന്നും അവർ വിദ്യാലയത്തിൽ മറ്റുള്ള കുട്ടികളോട് എങ്ങനെയാണ് പെരുമാറി തുടങ്ങുന്നതെന്നും സൂക്ഷിക്കുകയും മോണിറ്റർ ചെയ്യേണ്ടയും ജോലി ഓരോ രക്ഷിതാവിനുമുണ്ട്. അതവർ കൃത്യമായി പാലിക്കുന്നുണ്ടോ എന്ന് ഈ അക്രമത്തിന് ഇരയായ കുട്ടികളുടെയും ആക്രമിക്കപ്പെട്ട അക്രമകാരികളായ കുട്ടികളുടെയും ഒക്കെ വീട്ടുകാരുമായി ബന്ധപ്പെട്ടൊരു ഗവേഷണം തന്നെ നടത്തേണ്ടതുണ്ട്. എന്തുകൊണ്ടാണ് ഈ കുട്ടികൾ ഇത്രമാത്രം ക്രൂരരായി പോയത്? അതിൽ ചില സാമൂഹിക ചുറ്റുപാടുകൾ കാരണമായിട്ടുണ്ടാകും. ആ സാമൂഹിക ചുറ്റുപാട് എന്താണ്? അവരുടെ ബന്ധങ്ങൾ എന്താണ്? അവർ മയക്കുമരുന്നിൻ്റെ അടിമയാണോ? അവൻ മറ്റെന്തെങ്കിലും ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുന്നുണ്ടോ എന്നൊക്കെ നിരീക്ഷിക്കേണ്ട ഉത്തരവാദിത്വം രക്ഷിതാക്കൾക്കും കൂടിയുള്ളതാണ്. പിന്നെ ഇവിടുത്തെ നിയമവ്യവസ്ഥയെക്കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത്. കോവിഡ് കാലം വന്നപ്പോൾ ഒരാളെപ്പോലും വീട്ടിൻ്റെ പുറത്തിറക്കാതെ ബന്ദവസോടെ പിടിച്ചു നിർത്താൻ കഴിഞ്ഞ ഭരണ സംവിധാനവും നിയമ സംവിധാനവുമുള്ള നാടാണ് നമ്മുടെ കേരളം. എന്നിട്ടും ഈ റോഡിൻ്റെ ഓരങ്ങളിലും വലിയ ടൗണുകളിലും നിന്ന് പരസ്പരം വെല്ലുവിളിച്ച് തമ്മിലടിച്ച് ചാവുന്ന ഈ കുട്ടികളെ നിയന്ത്രിക്കാൻ നമ്മുടെ ഭരണകൂടത്തിന് കഴിയാതെ വിയർത്ത് നോക്കുകുത്തിയായി നിൽക്കുന്നത് വളരെ പുച്ഛത്തോടെ മാത്രമേ നമുക്കൊക്കെ കാണാനാകൂ. പോലീസ് സംവിധാനം ശക്തമായി ഉണരണം. ജുവനൈൽ ജസ്റ്റിസിൻ്റെ നിയമമല്ല കൊടുക്കേണ്ടത്. അക്രമകാരികളെ പ്രായം നോക്കാതെ അക്രമികളായി കാണാൻ തന്നെ ഭരണകൂടത്തിന് സാധിക്കണം. അവൻ ഈ രാജ്യത്ത് വളർന്നു വരുമ്പോൾ വലിയ അക്രമകാരിയായി മാറുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടാവുക. നിയമത്തിൻ്റെ ഒരു സാധ്യതകളും ഒരു ദയയും ഇത്തരം ആളുകൾ അർഹിക്കുന്നില്ല എന്നുള്ളതാണ് എനിക്ക് പറയുവാനുള്ളത്. അതുകൊണ്ട് ഗവൺമെൻറ്റിനോട് എനിക്ക് പറയുവാനുള്ളത്, ഈ രാജ്യത്തെ സാധാരണക്കാരനും ഇവിടുത്തെ PTA-ക്കും ഇവിടുത്തെ പൊതുജനങ്ങൾക്കും ഇത്തരം അക്രമങ്ങളെ ശക്തമായി നേരിടാനുള്ള അനുവാദം ഈ രാജ്യത്തെ ഗവൺമെൻറ്റും ഭരണ സംവിധാനങ്ങളും കൊടുത്തേ മതിയാകൂ. ഏതെങ്കിലും ഒരു കുട്ടി അക്രമം കാണിക്കുമ്പോൾ, ഏതെങ്കിലും ഒരു കുട്ടി ഡ്രഗ്സ് ഉപയോഗിക്കുന്നത് കാണുമ്പോൾ അതിനെ എതിർക്കാനുള്ള ചങ്കൂറ്റം നാട്ടിലെ മാതാപിതാക്കൾക്ക് കിട്ടുന്നില്ല. കാരണം അവൻ്റെ അവകാശങ്ങൾ, അവൻ കൊച്ചാണെന്ന്, അവർ കുഞ്ഞാണെന്നുള്ള പേരും പറഞ്ഞ് എതിർക്കുന്നവനെ ജയിലിലടക്കുന്ന സമീപനം ഉണ്ടാവുകയാണ്. ആനക്കരയിൽ ഒരു വിദ്യാർത്ഥി പ്രധാന അധ്യാപകനെ വെല്ലുവിളിക്കുകയാണ്. നിന്നെ ഞാൻ പുറത്ത് കിട്ടിയാൽ കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തുകയാണ്. അത് വീഡിയോയിൽ പകർത്തി ലോകത്തിന് കാണിച്ചു കൊടുത്തു, കുട്ടികളുടെ ബിഹേവിയർ ഇങ്ങനെയാണെന്ന്. പക്ഷേ ഇപ്പോൾ എന്തായി? അക്രമകാരിയായ വിദ്യാർത്ഥി മാന്യമായി പുറത്തിറങ്ങി നടക്കുന്നു. ഈ അക്രമത്തെ ചോദ്യം ചെയ്ത അധ്യാപകൻ നിയമപരമായ നടപടി നേരിട്ടുകൊണ്ടിരിക്കുന്നു. ഈ നിയമവ്യവസ്ഥയ്ക്ക് മുമ്പിൽ ആരാണ് ഇവിടെ മാന്യന്മാരാകാൻ പോകുന്നത്? ഒരു കാര്യം കൂടി സൂചിപ്പിച്ച് ഞാൻ പറയട്ടെ. 3 ആളെ വെച്ച് മോട്ടോർ സൈക്കിളിൽ ചീറിപ്പായുന്ന യുവാവും അലക്ഷ്യമായി വാഹനം ഓടിക്കുന്ന ചെറുപ്പക്കാരും ദുബായിലോ ഖത്തറിലൊക്കെ പോയി ഇറങ്ങിയാൽ എത്ര അച്ചടക്കത്തോടെ മാന്യന്മാരായിട്ടാണ് വാഹനം ഓടിക്കുന്നത്. അപ്പോൾ നിയമത്തെ അനുസരിക്കാനുള്ള വിധേയത്വം എല്ലാവരുടെ മനസ്സിലുമുണ്ട്. പക്ഷെ നിയമം നടപ്പാക്കുന്നവൻ ശക്തനാകണമെന്ന് മാത്രം. അതാണ് ഭരണകൂടത്തോട് പറയാനുള്ളത്. ഈ നിയമം നടപ്പാക്കപ്പെടണം. നമ്മുടെ കുട്ടികൾ ഇനിയും തെരുവിൽ തല്ലി ചാവരുത്. ഒരുത്തൻ്റെ ശരീരത്തിലേക്ക് കോമ്പസ് കൊണ്ട് കുത്തി മുറിവേൽപ്പിച്ച് അതിലേക്ക് രാസലായനി ഒഴിച്ച് അവൻ്റെ വേദനയിൽ ആവേശം കൊള്ളുന്നവൻ്റെ സാഡിസത്തിൻ്റെ പേര് വിദ്യാർത്ഥി എന്നല്ല, വിദ്യാഭ്യാസമൊന്നുമല്ല. അതിൻ്റെ പേര് ക്രൂരത എന്നാണ്. ആ ക്രൂരതയെ ശക്തമായ നടപടികൾ കൊണ്ടും നിയമ നടപടികൾ കൊണ്ടും നേരിടുകയും അത്തരം ആളുകളെ ആജീവനാന്തം പഠിക്കാൻ അനുവദിക്കാതെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നിന്ന് ബാൻ ചെയ്യാനുള്ള നടപടികളും ഈ ഗവൺമെൻറ്റും ഭരണകൂടവും സ്വീകരിക്കണം. അതിന് പൊതുജനങ്ങളുടെ സഹായം അഭ്യർത്ഥിക്കണം, അവരുടെ സേവനം ഉറപ്പുവരുത്തണം എന്നുകൂടി പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ എല്ലാവരെയും ഈ അക്രമത്തിനെതിരായ ജാഗ്രതയിലേക്ക് നയിച്ചുകൊണ്ട് നിർത്തട്ടെ. നന്ദി, നമസ്കാരം.